എല്ലാം ഏർപ്പാട് ചെയ്തിട്ടില്ലേ? സാറ് നോക്കണം. വിളിക്കടോ. ബേബി മാത്യു സിന്ദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്, മന്ത്രി തോമസ് മുർദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്, മന്ത്രി തോമസ് മുർദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്. ബേബി മാത്യു സിന്ദാബാദ്, ബേബി മാത്യു സിന്ദാബാദ്. മന്ത്രി തോമസ് മുർദാബാദ്, മന്ത്രി തോമസ് മുർദാബാദ്. പാർട്ടി നേതാക്കളെ, യുവചേതനകളെ, നമ്മുടെ പാർട്ടി ഗുരുതരമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന കളങ്കം കഴുകിക്കളയണോ കഴുകാതെ കളയണോ എന്നതിനെ പറ്റി യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീമാൻ ബേബി നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ബേബിനെ. സുഹൃത്തുക്കളെ, എനിക്കിതെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. എന്റെ അപ്പൻ തറവാട് പണയം വെച്ച് കെട്ടി ഉയർത്തിയ പാർട്ടിയാണിത്. ഇതിനിപ്പോ ജനപിന്തുണയുണ്ട്, സൽപ്പേരുണ്ട്. അത് കളഞ്ഞു കുളിക്കരുത്, പാർട്ടിയെ നശിപ്പിക്കരുത്. ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഞാൻ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് പറയാൻ എവിടെ തെളിവുകൾ? എനിക്കെതിരെ ആരോ നടത്തുന്ന കുപ്രചരണം മാത്രമാണിത്. ഒരുതരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എന്നെ രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്തിനു ബലിയാടാവണം? ബലിയാടികളെ ഇതിനു മുമ്പും രാഷ്ട്രീയമായിട്ട് മുതലെടുത്തിട്ടുണ്ട്. ചിലരെ പ്രത്യേകിച്ച് രക്തസാക്ഷികളാക്കിയ ചരിത്രമുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ പ്രധാനം. ഇന്ന് പ്രധാനം ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ സൽപ്പേരിനേറ്റ കളങ്കമാണ്. എനിക്ക് മന്ത്രിയാകാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷെ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ മന്ത്രിയായാൽ ദേവയ്യൻ എന്ന സാമൂഹ്യ ദ്രോഹിയെ പിടിച്ചുകെട്ടി നിങ്ങളുടെ മുമ്പിലിട്ട് ഒപ്പം അവന്റെ പങ്കുകാരായ ചില രാഷ്ട്രീയ പ്രമുഖരെ. എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. മന്ത്രി തോമസ് രാജിവെക്കണം, ബേബിയെ മന്ത്രിയാക്കണം. ബേബിയെ മന്ത്രിയാക്കണം. ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ പാർട്ടി മീറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായി. ഈ വക്കറ്റിനെ പോലുള്ള നാറിയ പാർട്ടി പ്രവർത്തകർ കാലുമാറിയതിന്റെ കാര്യവും മനസ്സിലായി. ഇപ്പോൾ ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. തലയ്ക്ക് 10 ലക്ഷം പറഞ്ഞില്ലെങ്കിലും ദേവയ്യനേക്കാൾ വലിയ കാട്ടുകള്ളന്മാർ ഇവിടെ തന്നെയുണ്ട്. ഈ നമ്മുടെ ഇടയിൽ അവരുടെ തനിനിറം തോമാച്ചൻ വെളിച്ചത്ത് കൊണ്ടുവരും. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞോളാം. എല്ലാവരും